വയനാടിൻ്റെ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നതിന് രണ്ട് പ്രാധാന്യമാണ്. ഒന്ന്, അത് നീലഗിരി ഘട്ട്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പീഠഭൂമിയാണ്. അവിടെ ഇനിയും അവിടെ ഉലഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടലിൽ പോലും കിട്ടത്തില്ല. കാരണം താഴെ കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഒലിച്ചു പോകും. ഇടുക്കിയിൽ ഉണ്ടാകുന്ന പ്രശ്നം മുഖാന്തരം ഈ തെക്കൻ പ്രദേശങ്ങളും വയനാട് ഉണ്ടാകുന്ന പ്രദേശങ്ങൾ മൂലം ആ വടക്കൻ പ്രദേശങ്ങളും അറബിക്കടലിലേക്ക് പോകാനുള്ള സർവ്വ സാധ്യതയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഗാഡ്ഗിൽ പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പിലാക്കണം. അത് അക്ഷരം പ്രതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളത്തിന് അപകടമാണ്, നിലനിൽക്കില്ല. കേരളം 45 ഡിഗ്രി ചരിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ മുറം പോലുള്ളൊരു സ്ഥലമാണ്. അതായത് ഇടുക്കിയിലോ വയനാട്ടിലോ ഒക്കെ ഒരു മഴ പെയ്താൽ ഒരു 40 മിനിറ്റ് കൊണ്ട് ആ വെള്ളം അറബിക്കടലിലെത്തും, ഭൂമിയിൽ താഴാതെ. അതാണ് ഇവിടുത്തെ സ്ഥിതി. ഇത്രയും അപകടകരമായൊരു ഇക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്ന കേരളത്തെ അതിൻ്റെ അടിസ്ഥാനം തോണ്ടിക്കളയുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ ഇടപെടൽ, അവരുടെ ഈ വലിയ വലിയ കെട്ടിടങ്ങൾ വയ്ക്കാനുള്ള താല്പര്യം, 7 നില 14 നിലയൊക്കെ വയ്ക്കാൻ പറ്റിയ സ്ഥലമല്ല കേരളം. ആ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്, ഈ പ്രദേശം അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന പ്രദേശം, ആ ഇക്കോ സിസ്റ്റത്തെ ഒരു പ്രകൃതി സർവകലാശാല എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അതിനൊരു മോഡൽ പോലെ സംരക്ഷിച്ചില്ല എങ്കിൽ വരും തലമുറകൾക്ക്, നമുക്ക് മാത്രമല്ല തുറന്നു വരും തലമുറയെ സംബന്ധിച്ചും അത് വളരെ സുരക്ഷിതത്വമില്ലാത്ത ഒരു ഭാവിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്.